നമ്മളെല്ലാവരും ഒരു പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ചിലത് കുട്ടികളായിരിക്കാം, ഇപ്പോൾ സ്റ്റുഡൻസ് ആണ്, അവർക്ക് സ്കൂളിലൊരു ലൈഫുണ്ട്, വീട്ടിലൊരു ലൈഫുണ്ട്. അതേപോലെ കുറച്ചും കൂടെ വലുതാവുന്ന ആൾക്കാർക്ക് അവർക്ക് ഓഫീസ് ലൈഫുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സോ കരിയറോ എന്ത് തന്നെ ആവട്ടെ, രണ്ടിലധികം റോൾസോ ബാലൻസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഇങ്ങനെ വരുമ്പോൾ പല സിറ്റുവേഷൻസിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ബേൺ ഔട്ട്. നമസ്കാരം, സിംപ്ലിഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻസ്, അതിനെ പറ്റിയിട്ടൊരു അവെയർനെസ്സും അതെങ്ങനെ നമുക്ക് 5 സ്റ്റെപ്സിൽ ഹാൻഡിൽ ചെയ്യാം എന്നതാണ് നമ്മൾ സിംപ്ലിഫൈ എന്ന ഈ പ്രോഗ്രാമിലൂടെ പറഞ്ഞു പോകുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ബേൺ ഔട്ടാണ്. എന്താണ് ബേൺ ഔട്ട്? നമ്മൾ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ടോട്ടലി വെയർ ഔട്ടായി പോകുന്ന ഒരു ഫീലിംഗ്, ടോട്ടലി ടയേർഡായി പോകുന്ന ഒരു ഫീലിംഗ്, നമുക്ക് എത്ര ഉറങ്ങിയാലും അത് മതിവരാത്തൊരവസ്ഥ, നമുക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഇനി നേടാനില്ല എന്ന് പറഞ്ഞ് വളരെ ഡിപ്രസ് മൂഡിലേക്ക് പോകുന്നത്, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റൂല എന്ന് തോന്നുന്ന അവസ്ഥ, ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ബേൺഡ് ഔട്ട് എന്ന് പറയുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ടിപ്പ് നമ്പർ 1, നമ്മളുടെ ടാസ്ക് എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യാൻ നോക്കണം. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണോ അത് നമ്മൾ ഒരു ചാർട്ട് ഉണ്ടാക്കി പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുക. എല്ലാ കാര്യവും കൂടെ ഒറ്റ സമയത്ത് ഒരേ ദിവസത്തിനകത്ത് തന്നെ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യവുമില്ല. സമയം അനുസരിച്ച് ഓരോന്നിൻ്റെയും പ്രയോറിറ്റി അനുസരിച്ച് മാത്രം നമ്മൾ വർക്ക് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ടൈം മാനേജ്മെൻ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെ ഉള്ളൂ ജീവിതത്തിൽ. അമേരിക്കൻ പ്രസിഡൻ്റ് ആയാലും ഇവിടെ പ്രത്യേകിച്ച് ഒരു പണി ചെയ്യാൻ നടക്കുന്ന ഒരാൾക്കായാലും 24 മണിക്കൂറാണ്. അത് നമ്മൾ എങ്ങനെ ഏറ്റവും നന്നായി വിനിയോഗിക്കുന്നു എന്നുള്ളത് പോലെ ഇരിക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നതും നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ടൈം മാനേജ് ചെയ്തുകൊണ്ട് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല. പല കാര്യങ്ങളും നമ്മൾ ആൾക്കാർക്ക് അസൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ജോലിക്ക് പോകുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ക്ലീനിങ് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒരാളെ വയ്ക്കാം. പക്ഷേ നമ്മളുടെ കുട്ടികളോടും ഹസ്ബൻഡിൻ്റെ അടുത്തും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ടൈം നമുക്കൊരിക്കലും വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് അത് നമ്മൾ ചെയ്യുകയും നമ്മൾ ചെയ്യേണ്ട അല്ലാത്ത അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ടിപ്പ് നമ്പർ 2. അസൈനിങ് അതേഴ്സ് ടാസ്ക് വാട്ട് വി കനോട്ട് ഡു. പല സിറ്റുവേഷൻസിലും നമ്മൾ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മളെ പറ്റിയിട്ട് എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നത്. നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരും അങ്ങനെ വയ്ക്കും. ചിലപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ 2 മണിക്കൂർ എടുക്കുമെങ്കിൽ നമ്മൾ പലപ്പോഴും പ്രൊഫഷണൽ ലൈഫിൽ ആൾക്കാരെ നമ്മളെ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളൊന്ന് ലോജിക്കലി തിങ്ക് ചെയ്യുക. ഈ ഹൈറ്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ അത് നമ്മൾക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇതിന് ഇത്ര തന്നെ സമയമെടുക്കും എന്ന് നമ്മൾക്ക് പ്രഷർ തരുന്ന ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. നമ്മൾ ആ പ്രഷർ ഒരളവിൽ കൂടുതൽ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി എക്സോസ്റ്റഡ് ആയിപ്പോകും. നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആർക്കും അതൊരു മടുപ്പായിട്ട് തന്നെ തോന്നുക. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ നിർബന്ധമായും ബ്രേക്സ് എടുക്കണം. നമ്മളത് പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, നമ്മൾ ഏതൊരു വർക്കും കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വർക്കിലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കുറയും, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും കുറയും. അപ്പോൾ നമ്മൾ എപ്പോഴും ബ്രേക്ക് എടുക്കണം. അതിനുള്ള ഒരു സീക്രട്ട് ടിപ്പാണ് പൊമോഡോറോ ടെക്നിക്ക്. അതായത് നമ്മളൊരു ഫിക്സഡ് ടൈം സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ വർക്ക് മാക്സിമം ഒരു 20 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ നോക്കുക. അത് പഠിക്കുന്ന കുട്ടികളാകാം, അല്ലെങ്കിൽ നമ്മളൊരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാവാം, ഒരു ഒഫീഷ്യൽ ടാസ്ക് ആവാം, എന്തിന് വീട്ടുജോലി വരെ ആവാം. എന്തായാലും നമ്മൾ പറയുക, ഓക്കെ ഇത്ര മണി തൊട്ട് ഇത്ര സമയം വരെ ഒരു 20 മിനിറ്റ് വരെ ഞാൻ മാക്സിമം ഫാസ്റ്റായിട്ട് ഏറ്റവും നന്നായിട്ട് അത് പെർഫോം ചെയ്യുന്നു പറയാം. എന്നിട്ട് അതിനുശേഷം നമുക്കൊരു ബ്രേക്ക് കൊടുക്കുക. 20 മിനിറ്റ്സ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് നമ്മൾ എടുക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മളൊരു 20 മിനിറ്റ്സ് വർക്ക് ചെയ്യാൻ നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും പ്രൊഡക്റ്റീവും നമ്മളത് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്നതും എപ്പോഴും ബ്രേക്ക് എടുത്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഏറ്റവും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള റിസൾട്ട്സ് കിട്ടുന്നതും ബ്രേക്ക് എടുത്ത് വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ടിപ്പ് നമ്പർ 4, ടേക്ക് ബ്രേക്സ് ഇൻ ബിറ്റ്വീൻ. ബേൺ ഔട്ട് ഫേസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്
അവർക്ക് ലൈഫിൽ വർക്കും അവരുടെ പേഴ്സണൽ ലൈഫും തമ്മിലൊരു ബാലൻസ് ഇല്ല എന്നുള്ളത്. അത് തന്നെയാണ് ബേൺ ഔട്ട് വരാനുള്ള ഏറ്റവും വലിയ കാര്യം. നമ്മളിപ്പോൾ എത്ര തിരക്കുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ കുറച്ച് ടൈം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്കും സെൽഫ് കെയറിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. കുറച്ച് ടൈം നമ്മുടെ റിലേഷൻഷിപ്സിന് വേണ്ടി സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. കുറച്ച് സമയം നമ്മുടെ വർക്കിന് വേണ്ടിയിട്ടും നമ്മൾ മാറ്റി വയ്ക്കുക. ഇങ്ങനെ നമ്മളുടെ ഒരു ഡേ നമ്മൾ ഡിവൈഡ് ചെയ്ത് വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും സമയത്ത് തന്നെ ചെയ്തു തീർക്കാനും ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ചെയ്തു തീർക്കാനും പറ്റും. മാത്രമല്ല ബേൺ ഔട്ട് വരെയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ 5 ടിപ്പും നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിന് ശേഷവും നിങ്ങൾക്ക് ബേൺ ഔട്ട് ഫീൽ ചെയ്യുകയാണ്, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളിത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. വി ആർ ഓൾവേസ് ഹിയർ ടു സപ്പോർട്ട് യു. ദിസ് ഇസ് സിന്ധു നന്ദകുമാർ signing off, consultant psychotherapist at Atmasutra Mind Care. Thank you.